എനിക്കൊരു മോളുണ്ട്, 3 വയസ്സായ മോളുണ്ട്. എനിക്ക് എൻ്റെ മോൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണമെന്ന് ആഗ്രഹമില്ല. നമ്മൾ ഈ ഇവിടെ ഒരു ഭക്ഷണം കഴിക്കാതെ വണ്ടി ഓടാൻ പറ്റില്ലല്ലോ. 2 നേരങ്ങൾ ഭക്ഷണം കഴിക്കാതെ വണ്ടി ഓടാൻ പറ്റില്ലല്ലോ. എല്ലാം കഴിഞ്ഞ് ചിലവെല്ലാം പോയിട്ട് എന്ത് കിട്ടും? ഇല്ലല്ലോ, നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതങ്ങനെ സമയം മാറ്റിയാൽ ഇതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളെല്ലാം മാറും. നമുക്കുള്ള എല്ലാം മൊത്തത്തിൽ വ്യത്യാസം വരും. വലിയ നഷ്ടമാണ്. എല്ലാ റൂട്ടും ആൾ കുറവാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയദർശിനി തുടങ്ങിയതിന് ശേഷം പ്രൈവറ്റ് ബസ്സുകാർക്ക് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ട് എന്നത് തന്നെയാണ് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരു നിർദ്ദേശം ഈ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് KSRTC ബസ്സുകളുടെ സമയം പുനഃക്രമീകരിച്ച് ഈ പ്രൈവറ്റ് ബസ്സുകാർ ഈ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് നയിക്കപ്പെടാം. പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് സ്വകാര്യ ബസ്സുകളുമായി ഓടിയിരുന്ന ഈ ഒരു പാതകളിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ ഓർഡിനറി ബസ്സുകളുടെ ഷെഡ്യൂൾ പുനഃക്രമീകരിക്കുക. ഈ ഒരു നീക്കമാണ്, അത്തരത്തിലുള്ളൊരു നീക്കം നടത്താം എന്ന ഒരു തീരുമാനവും കൂടി അധികൃതർ ഭാഗത്തുനിന്നുണ്ടായി. ഇത്തരത്തിലുള്ള റീഷെഡ്യൂൾ ചെയ്യുന്നത്, സമയം പുനഃക്രമീകരിക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരിഹാരമാണോ? അത് പ്രൈവറ്റ് ബസ്സുകാരെ സംബന്ധിച്ചൊരു ആശ്വാസമാണോ? അത്തരത്തിലൊരു തീരുമാനം നടപ്പിലായാൽ എന്താണ് പ്രൈവറ്റ് ബസ്സുകാർക്ക് പറയാനുള്ളത് നോക്കാം. മാത്രമല്ല, പ്രിയദർശിനി നടപ്പിലായി 1 മാസം പിന്നിടുമ്പോൾ എത്തരത്തിലാണ് ഈ ഒരു വിഷയം അവരെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള പ്രതികരണം നമുക്ക് അവരോട് തന്നെ ആരായാം. കുറച്ചധികം തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ കുറച്ചധികം പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക്. ഈ പ്രൈവറ്റ് ബസ്സുകാർ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കുക എന്നൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് അറിഞ്ഞിരുന്നതിനെ പറ്റി റീഷെഡ്യൂൾ ചെയ്തിട്ട് ആ ഒരു പ്രിയദർശിനി ആ ഒരു സമയത്ത് റീഷെഡ്യൂൾ ചെയ്യാനൊരു തീരുമാനത്തിലോട്ട് സർക്കാർ കടക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അനുകൂലമായിട്ട് മാറും? അതുകൂടാ, സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടിലാണ്. അതിൻ്റെ കാര്യമൊന്നും വാർത്തകൾ കാണാറുണ്ട്, ഇതൊക്കെ നടക്കില്ലെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ ഇതിൽ ഇടയ്ക്ക് ഒരു ചാനൽ മന്ത്രി എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഇവിടത്തുള്ള ചെറിയ ചെറിയ ജില്ലയിലൊക്കെ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ പ്രശ്നം ആകെപ്പോടെ ഉള്ളത് തിരുവനന്തപുരത്താണ്. ഏറ്റവും കൂടുതൽ സർവീസ് നടക്കുന്നത് KSRTC തിരുവനന്തപുരത്താണ്. പ്രൈവറ്റ് അതിൻ്റെ രീതിയിലുള്ള ഒരു 100 സംതിങ് പെർമിറ്റുകളേ ഉള്ളൂ വണ്ടികൾ. പക്ഷെ കൂടുതലും ബാധിക്കുന്നത് ഈ KSRTC ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമ്പോൾ പ്രൈവറ്റ് ഇപ്പം എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ബുദ്ധിമുട്ടാണ്. ഈ വാർത്തകളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നടപ്പിലാവില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ പ്രൈവറ്റ് ബസ്സുകാർക്ക് കഷ്ടത്തിലാണ്, അവരെയും പരിഗണിക്കും എന്നൊരു വാക്ക് ആണ്, നഷ്ടത്തിലാണ്. ഇതിലെന്തോ പറയുന്നുണ്ടായിരുന്നല്ല, ഇപ്പം മുതലാളി ഇവർക്ക് ടാക്സ് ഇതൊക്കെ അനുകൂലമായിട്ട് കുറച്ച് കൊടുക്കാന്നുള്ള രീതി പറഞ്ഞു. പക്ഷേ നമുക്ക് ശമ്പളം വേണ്ടേ? ഈ കിടന്ന് ഈ രാവിലെ എടുത്ത് വെളുപ്പിനെടുത്താൽ രാത്രി വന്ന് നോക്കുമ്പോൾ ശമ്പളം വേണ്ടേ? ഇപ്പോൾ എനിക്കായാലും കണ്ടക്ടറിനായാലും കൊണ്ടുപോകാൻ വീട്ടിൽ. ഇപ്പോൾ എനിക്കൊരു മോളുണ്ട്, 3 വയസ്സായ മോളുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മോൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണമെന്ന് ആഗ്രഹമില്ല. നമ്മൾ ഈ ഇവിടെ ഒരു ഭക്ഷണം കഴിക്കാതെ വണ്ടി ഓടാൻ പറ്റില്ലല്ലോ. 2 നേരങ്ങൾ ഭക്ഷണം കഴിക്കാതെ വണ്ടി ഓടാൻ പറ്റില്ലല്ലോ. എല്ലാം കഴിഞ്ഞ് ചിലവെല്ലാം പോയിട്ട് എന്ത് കിട്ടും? ഇപ്പം നേരത്തേക്കാളും കളച്ചത് മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ നല്ല മോശമാണ്. ഈ 1 മാസം പിന്നിടുമ്പോൾ വലിയ നഷ്ടം സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾക്കാണ് സത്യം പറയുന്നത് നഷ്ടം. എനിക്കും എൻ്റെ കൂടെ കൊണ്ടു നിൽക്കുന്ന സ്റ്റാഫിനുമാണ് നഷ്ടം. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നമുക്ക് തുച്ഛമായ രീതിയിൽ വണ്ടി വൈകുന്നേരം വരെയുള്ള കളക്ഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുതലാളിക്ക് ബാലൻസ് വയ്ക്കാൻ പറ്റുള്ളൂ, നമുക്ക് ശമ്പളം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം സത്യം പറഞ്ഞ് നമ്മൾ ശമ്പളം കുറവാണ്. സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആരുടെ നമ്മൾ എന്ത് എന്ന് പറയും? മനസ്സിലായില്ലേ? ഇവിടെ ആരും പ്രതികരിക്കാനോ യൂണിയൻ എന്ന് പറയാനോ ആരും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം വടക്കോട്ടൊക്കെ നോക്കുമ്പോൾ അവർ സമരത്തിലാണ്, ഇതിലാണ്. പക്ഷെ നമ്മുടെ അടുത്തൊന്നും ആരും പറയുന്നില്ല, ഒന്നും ചെയ്യാം ഇതുള്ള രീതിയിലൊന്നും സംസാരം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ? ഉള്ള പൈസയ്ക്ക് ഓടുന്നു, ഒതുക്കുന്നു, ഇത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി പറഞ്ഞു നിങ്ങൾ പ്രൈവറ്റ് ബസ്സുകാർ മറ്റൊരു ജോലി കണ്ടെത്തണം, അങ്ങനെ ഒരു പ്രതികരണം നടത്തിയായിരുന്നു. അത് ശ്രദ്ധയപ്പെട്ടു. ഒരു ട്രോളെന്ന് പറഞ്ഞ ബസ് മന്ത്രി എന്തോ ഇതില്ല. അപ്പോൾ അതിൽ ട്രോള് വന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ബസ്സിൻ്റെ അകത്ത് മറ്റേ കച്ചവടം ചെയ്യണത്, അച്ചപ്പം ഇതുള്ള രീതിയിൽ ട്രോളുകൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നും പറഞ്ഞാൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ പറയാം, ഓരോരുത്തർക്ക് എന്ത് വേണോ പറയാം. പക്ഷേ ഇത് നടപ്പിലാക്കേണ്ടവരല്ലേ. നമുക്ക് ഇതിൽ നിന്നും ഈ സർക്കാർ വന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് രക്ഷപ്പെടും എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും അറിയാലോ ഇതേപോലെയാണ്. എന്ത് പറയാനായിട്ട് ആരും അറിയില്ല. പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യമേ ഈ ഇതിലോട്ട് കയറിയപ്പോൾ ഇവർ പറഞ്ഞെന്താണ് KSRTC സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം എന്നുള്ള ഇതെല്ലാം. പിന്നീട് അത് ഒരു പ്രതിഷേധമായിട്ട് ഓർഡിനറി സർവീസ് എല്ലാം ഫ്രീ ആക്കി. പിന്നെ ഈ ഓർഡിനറി സർവീസ് നോക്കുമ്പോൾ സിറ്റിക്കകത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡിനറിയും ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അവർ വലിയുളയിൽ നിന്ന് തിരിഞ്ഞ് എങ്ങനെ ഈസ്റ്റോട്ട് വരാനൊക്കെ ഓർഡിനറി സർവീസ് ഉണ്ട്.
ഇപ്പം ഞാൻ പേടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പേടിൽ നിന്ന് എനിക്ക് വലിയുള്ള ഒരു ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഈ 2.5 കിലോമീറ്റർ താണ്ടി വരുമ്പോൾ തന്നെ അടുത്ത ഓർഡിനറി സർവീസ് പോകാൻ ഫ്രണ്ട് വരും. അപ്പം സ്ത്രീകളായാലും ഇതിപ്പോൾ അവർ നോക്കുമ്പോൾ അതിലേ പോകുള്ളൂ. അവരെന്തിനാണ് ഒരു 18 കൊടുത്ത് പോകേണ്ട, അതൊരു ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ 15 കൊടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഫ്രീ ആയിട്ട് പോയാൽ പോരെ എന്നല്ല അവർ വിചാരിക്കുള്ളൂ. അത് നമുക്ക് സത്യം, നമുക്ക് ഇനിയിപ്പോൾ ബസ് അവർ ഫ്രണ്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമെന്നോ ഉടക്കാനും കാര്യങ്ങളൊന്നും പറ്റൂല. ഇപ്പം പറയണമെന്ന് പറഞ്ഞാൽ KSRTC ഉടക്കിയ 5 വർഷം തടവിലാണ്, ഇങ്ങനെയൊക്കെയാണ്, ബുദ്ധിമുട്ടാണ്. നമ്മളൊന്നും വിട്ടാൻ പോകില്ല. ആരുടെ നമ്മൾ ചെന്ന് സങ്കടം പറയും. വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രാവൽസ് മേഖല പോയാലും ട്രാവൽസിൽ ഓട്ടം കുറവാണ്. ഇപ്പോൾ സ്കൂൾ ടൈമാണ്. ഈ സ്കൂൾ ടൈം ആയപ്പം ഇപ്പോഴത്തെ വെക്കേഷൻ ടൈമെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാനും ട്രാവൽസിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഓട്ടം ഇല്ല. ഇപ്പോൾ നമ്മൾ സ്വകാര്യ ബസ് എന്നാലും ഇവിടെ ആളില്ല. ആളുണ്ടെന്ന് പറഞ്ഞാൽ ആളുണ്ട്, പക്ഷെ കയറുന്നില്ല. ഇല്ല, നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതങ്ങനെ സമയം മാറ്റിയാൽ ഇതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളെല്ലാം മാറും. നമുക്കുള്ള എല്ലാം മൊത്തത്തിൽ വ്യത്യാസം വരും. അത് ചെയ്യാൻ പറ്റില്ല. അല്ലല്ല, പ്രിയദർശിനി കൊടുക്കുന്ന പോലെ ഞങ്ങളും കൊടുക്കാം. ഞങ്ങൾക്ക് സർക്കാർ പൈസ തന്നാൽ മതി, ഞങ്ങൾ ഫ്രീ ആയിട്ടുണ്ടോ? അല്ലല്ല, ആള് കുറവുണ്ട്. ആള് കുറവ് തന്നെയാണ്. കാത്തു നിന്നല്ലേ അവർ കുറേ പേര് അതിൽ കയറുന്നത്. നഷ്ടം തന്നെയാണ്. മന്ത്രിമാർ തന്നെ പറയുന്നത് നിങ്ങളങ്ങനെ പിന്മാറരുത്, മറ്റെന്തെങ്കിലും മാർഗം നോക്കണം, അങ്ങനെ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനോട് എന്താണ് പ്രതികരണം? ഗതാഗത മന്ത്രി CP ജോൺ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു നിങ്ങൾ പിന്മാറരുത്, മറ്റെന്തെങ്കിലും മാർഗം നിങ്ങൾ നോക്കണം, അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ എന്തായാലും നമുക്ക് മൊത്തത്തിൽ നഷ്ടം തന്നെയാണ്. സ്ത്രീകൾ എല്ലാ റൂട്ടുകളിലും സ്ത്രീകളൊക്കെ ഒന്നാമത് കൈവിട്ട സാഹചര്യമാണ്. അതെ, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് കളക്ഷനിലൊക്കെ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്, കുറവ് വരുന്നുണ്ട് എല്ലാ റൂട്ടിലും. വലിയ നഷ്ടമാണ്. എല്ലാ റൂട്ടും ആൾ കുറവാണ്, വളരെ കുറവാണ്. വിഷമം തോന്നുന്നുണ്ട്, അങ്ങനെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ശമ്പളം വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി മന്ത്രിയുടെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ഒരു സമരം, പ്രതിഷേധം, അങ്ങനത്തെ ഒരു രീതിക്കൊന്നും നോക്കുന്നില്ല? അതിൻ്റെ യൂണിയൻ്റെ ആൾക്കാർ നോക്കുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ വലിയ രീതിയിലുള്ള സമരം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ള സമരം കേട്ട് കേൾവിയില്ല. അപ്പോൾ അതിൻ്റെ യൂണിയൻ്റെ ആൾക്കാർ തീരുമാനം കൊടുക്കും. നമുക്ക് അതിന് പറയാൻ പറ്റില്ല. നമ്മൾ തൊഴിലാളികളല്ലേ. തൊഴിലാളികൾക്കും സംഘടിക്കാം, എങ്കിലും അവരുടെ കീഴിലല്ലേ പറ്റും. നിങ്ങൾ പരിഗണിക്കാതെ നടത്തിയൊരു തീരുമാനമായിട്ട് ഇപ്പോൾ ശരിക്കും ഈ ഒരു സർക്കാരിന് ഈ ഒരു വാർത്ത വരുമ്പോൾ, അതായത് പ്രൈവറ്റ് ബസ്സുകാർ നഷ്ടത്തിലാണ്, അവർക്ക് ഓട്ടം നിർത്തിയെന്ന വാർത്തകൾ വരുമ്പോഴേക്കും മിക്കവരും കമൻറ്റി പറയുന്നൊരു കാര്യമാണ്, ഈ LDF തോറ്റപ്പോൾ പടക്കം പൊട്ടി ആഘോഷിച്ചവരാണ് പ്രൈവറ്റ് ബസ്സുകാർ, അപ്പോൾ അങ്ങനെ അനുഭവിക്കട്ടെ, അങ്ങനത്തെ ചില കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്കിതൊരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും തിരിച്ചടി എന്താണ് തോന്നുന്നത് ഈ സർക്കാരിൻ്റെ തീരുമാനത്തെ? സർക്കാരിൻ്റെ തീരുമാനം ആകുമ്പോൾ തിരിച്ചടിയാണ്, തിരിച്ചടി തന്നെയാണ്. ചേട്ടൻ്റെ വരുമാനത്തിലാണ് കുടുംബം. കുടുംബം വാക്കത് വന്നില്ലെങ്കിൽ നമ്മളെ ചില ആവശ്യങ്ങൾ നടക്കില്ല. അങ്ങനെയാണ്. ഇത് വളരെ ശമ്പളത്തിന് വളരെ കുറവാണ്. ഒരു ദിവസം എത്ര മണിക്കൂറാണ് സർവീസ് ഉണ്ടാകുന്നത്? സർവീസ് 12 മണിക്കൂർ ഉണ്ട്. അപ്പോൾ 12 മണിക്കൂർ സർവീസ് നടത്തിയിട്ടും അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നടക്കാത്തൊരു അവസ്ഥയാണ്. എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. എല്ലാവരുടെ അങ്ങനെ പ്രൈവറ്റ് മേഖല മൊത്തം ഫുള്ളായിട്ടതാണ്. ഇപ്പോൾ മന്ത്രി കഴിഞ്ഞ ദിവസം പറയണ്ടായി, നിങ്ങൾ തളരരുത്, മറ്റൊരു മാർഗം നിങ്ങൾ കണ്ടെത്തണം. അതെന്തൊരു മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബസ് ഫീൽഡ് മാറ്റി നടക്കില്ല. മറ്റേ ഇതിനിപ്പോൾ ഈ ആൾക്കാരെ കൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വയ്ക്കാൻ പറ്റുമോ? അത് പറ്റില്ല. മുന്നോട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരുടെ സർക്കാർ ഒരു തീരുമാനം എടുത്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴും പിന്നെ നമുക്ക് ജോലിക്ക് വരാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത്. 70% സ്ത്രീകളായിരുന്നു. ഫുള്ളായിരുന്നു. ഒരു 4-5 സീറ്റ് ഒഴിച്ച ബാക്കി എല്ലാ സ്ത്രീകളാണ് കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോഴേ സ്ത്രീകളില്ല. ഇപ്പോഴേ ഞങ്ങൾ ഉദാഹരണം പേരൂർക്കുള ബസ് കൊണ്ട് പിടിക്കുമ്പോഴേ ഈ ബസ്സിൽ കയറി ഇരുന്ന് നമ്മൾ ഉടനെ ടിക്കറ്റ് കൊടുത്തില്ല എങ്കിൽ ബാക്കിൽ ഫ്രീ ബസ് വരുമ്പോൾ ഇറങ്ങി പോവുകയാണ്.
നമുക്കൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ലല്ലോ. ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ പോകുന്നവരുണ്ട്. പെട്ടെന്ന് ടിക്കറ്റ് കൊടുക്കാനും പറ്റില്ല, ഒരാൾ കാരണം കൊടുക്കാനും പറ്റില്ല. പക്ഷെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. ഇപ്പോൾ ഈ സർവീസ് ഇപ്പോൾ രാവിലെ എത്ര മണിക്കാണ് സർവീസ് തുടങ്ങുന്നത്? 6 മണിക്ക് തുടങ്ങും. ഈ 6 മണിക്ക് തുടങ്ങുമ്പോൾ ഇപ്പോൾ സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും അതിന് മുന്നേ പ്രിയദർശിനി പോകുമോ അല്ലെങ്കിൽ അതിന്റെ പിന്നെ നമുക്ക് അവർക്ക് പ്രത്യേക ടൈമില്ലല്ലോ. ഇപ്പം പ്രൈവറ്റ് ബസ്സിന് പ്രത്യേക ടൈമുണ്ട്. നമ്മൾ 10 മിനിറ്റ് നേരത്തെ പിടിച്ചിരുന്നാലും നമുക്ക് പിഴ അടയ്ക്കണം. വെഹിക്കിൾ വരെ പിടിച്ച് 10,000 രൂപയ്ക്കാണ് അടിച്ചു തരുന്നത്. അപ്പം നേരത്തെ ടൈം തെറ്റിച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് നേരത്തെ ആയിരുന്നാലും ഫൈൻ, ലേറ്റ് ആയാലും ഫൈനാണ്. അങ്ങനെയുണ്ട്. സർക്കാരിന് അവർക്ക് ടൈമില്ല. എപ്പോഴാണെങ്കിൽ കൊണ്ട് ഇപ്പം 10 ആൾക്കാർ നിൽക്കുമെങ്കിൽ നമ്മളെ ഫ്രണ്ടിൽ വേറെ ബസ്സം കൊണ്ട് പിടിക്കും, അവർ കയറ്റി അങ്ങ് പോകും. നമുക്ക് ആ ടൈമിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? പ്രിയദർശിനി വന്നു, ഓട്ടം കുറവാണ്, അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിനോടനുബന്ധിച്ച് നേരിടുന്നുണ്ടോ പ്രൈവറ്റ് ലൈനിൽ? വ്യക്തിപരമായിട്ട് അങ്ങനെ വരുമാനത്തിലുണ്ടാകുന്ന ഒരു കുറവ് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ വരുന്നതാണ്. തിരിച്ചൊരു 7 മണി വരെ നിന്നിട്ട് പോകുമ്പോഴേ അതിൻ്റേതായിട്ടുള്ള ഒരു വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ ദൂരെ നിന്നൊക്കെ വരെയാണ്, നമുക്ക് പെട്രോൾ ബൈക്ക് ഓടിച്ച് വരെയാണ്. അതിൽ പെട്രോൾ അടിക്കണമെങ്കിൽ തന്നെ 150 രൂപയ്ക്ക് വേണം. പിന്നെ നമ്മളെ ചില ഊണ്, കാപ്പി ഇതെല്ലാം കൂടെ 300 രൂപ അതിൽ പോവുകയാണ്. പിന്നെ അടുത്ത 700 രൂപ 800 രൂപ ശമ്പളം കിട്ടി കഴിഞ്ഞാൽ എത്ര രൂപ ഉണ്ട് ബാക്കി? ഒരു 1000-1500 കിട്ടിയാൽ നമ്മൾ ആവശ്യങ്ങൾ നടക്കും. ഇപ്പോഴത് കിട്ടുന്നില്ല. അതും തിരിച്ചടിയാണ്. വല്ലാത്ത അവസ്ഥയാണ്. ഒരു ഉപയോഗമില്ല. ഇപ്പോഴേ നമ്മൾ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവർ ശമ്പളമില്ല, കണ്ടക്ടർ ശമ്പളമില്ല, എല്ലാം നഷ്ടത്തില്ല. 10 രൂപ പറഞ്ഞ വണ്ടിയിൽ ഇപ്പോൾ ഓടുന്നത് 3 രൂപ 4 രൂപ ഓടുള്ളൂ. ബാക്കി എല്ലാം ഫ്രീ ടിക്കറ്റാണ്. നമ്മൾ രാവിലെ കൊണ്ടുവരുന്നത് ഡീസൽ അടിക്കുന്ന കയ്യിൽ നിന്ന് അടിക്കും, ശമ്പളം മുതലിന് കയ്യിൽ നിന്നാണ് തരുന്നത്. അല്ല ഒരു ഉപയോഗമില്ല നമുക്ക്. പിന്നെ രാവിലെ വണ്ടി കൊണ്ട് നിർത്താൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറേ സ്ഥിരം ടിക്കറ്റ് ഉണ്ട്, അത് മാത്രമേ ഉപയോഗം. ബാക്കി എല്ലാ ജനങ്ങളും മാറിയതാണ് നിൽക്കുന്നത് വണ്ടിയിൽ. ഇപ്പോൾ ഈ 12 മണിക്കൂർ എന്താ നിങ്ങൾ ഒരു സർവീസ് നടത്തുന്നില്ലേ? ഉണ്ട്. ഒരു ഉപയോഗമില്ല. വെറുതെ നമ്മൾ വണ്ടി ഓടുന്നു. എന്തിനാ വണ്ടി ഓടണം? മറ്റേ വെറുതെ പോകണം, അത്രേ ഉള്ളൂ. ഒരാൾ പോലും കയറുന്നില്ല. എല്ലാം ഫ്രീ ബസ്സാണ്. കാരണം നമ്മൾ ഈ വണ്ടി ആ വണ്ടി എല്ലാം കാര്യങ്ങളാണ് പോണത്. രാവിലെ നമുക്ക് മെയിനായിട്ട് ട്രിപ്പുണ്ട്. ആ ട്രിപ്പെല്ലാം പൊട്ടി ഇപ്പോൾ എല്ലാ വണ്ടി ഓടണം നിലവിൽ 3 രൂപ 4 രൂപ ഓടുള്ളൂ. അതിനപ്പുറം ഓടില്ല വണ്ടി. പിന്നെ ഒരു പേര് വണ്ടി ഓടണം മാത്രമേ പേരുള്ളൂ, വേറെ ഒരു ഉപയോഗമില്ല. കാരണം ഇഷ്ടംപോലെ ഫ്രീ ബസ്സാണ്. എവിടെ മുക്കിലും മൂലയ്ക്ക് ഫ്രീ ബസ് കിടക്കുന്നുണ്ട്. പിന്നെ ഡീസലായാലും ശമ്പളമായാലും എല്ലാം മുകളിൽ കയ്യിൽ തന്നെ തരണം നമുക്ക്. പിന്നെ ഒരു പേര് വണ്ടി മാത്രം ഓടണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് മുന്നോട്ടുള്ള? ഇങ്ങനെ പോയാൽ കൊണ്ട് ഒതുക്കിയിടുക, വേറെ വല്ല പണിക്ക് പോവുക, കൊത്തൻ്റെ കയ്യിലിട്ടാൽ വാർക്ക പണിക്കെല്ലാം പോകേണ്ടി വരും. ഇനി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും തോന്നുന്നില്ല. കാരണം ഇഷ്ടംപോലെ ഫ്രീ ബസ് കിടപ്പുണ്ട്. ഒതുക്കും, അത്ര തന്നെ. വേറെ കണ്ടീഷൻ ഒന്നുമില്ല നമുക്ക്. എന്തുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ശക്തമായ സമരം ഉണ്ടാകുന്നില്ല? ഒരു നിങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെക്കുന്നില്ല? ഇവിടെ നമ്മളെ ട്രിവാൻഡ്രം സിറ്റിയെ പ്രത്യേകിച്ചിട്ട് നമ്മൾ എത്ര സമരം ചെയ്തിട്ടും ഏൽക്കുന്നില്ല. വടക്കോട്ടെങ്കിൽ എല്ലാ സമരം ഓക്കെ. പക്ഷേ ഇവിടെ മാത്രമാണ്, ഇവിടെയാണ് നമ്മൾ സമരം ചെയ്താൽ ഒരു ഇതില്ലാത്തത്. കാരണം ഇവിടെ ഉള്ള ആൾക്കാരൊന്നും കൂടെ നിൽക്കുന്നില്ല. എല്ലാവരും എല്ലാ ആൾക്കും നിൽക്കുന്നുണ്ട്. നമ്മൾ വെറുതെ കൊണ്ടുവരണം. രാവിലെ വെളുപ്പാങ്കാൽ 5:30 ഇറങ്ങും, രാത്രി 8 വീട്ടിൽ കയറും. പക്ഷേ ശമ്പളമില്ല. വെറുതെ ഓടുക, വെറുതെ പോകും. അത് തന്നെ ഉപയോഗം. നമ്മൾ പ്രിയദർശിനി 1 മാസം പിന്നിടുമ്പോൾ നിങ്ങളുടെ അവസ്ഥ കഷ്ടമാണ്. 1 മാസം കൂടെ പോയാൽ നമ്മൾ കൊണ്ട് ഒതുക്കിയിടുക വീട്ടിൽ, എന്നിട്ട് വേറെ പണിക്ക് പോവുക, അത്രേ ഉള്ളൂ. ഈ പ്രസ്ഥാനം അങ്ങ് പോകും. നമുക്ക് നഷ്ടമാണ്. നമ്മളെ സമയത്തിന് എല്ലാ ബസ്സുകളും ഫ്രീ ബസ്സുകളും. ഒരു പരിഹാരമല്ല. മന്ത്രി കഴിഞ്ഞ ദിവസം പറയേണ്ടായി, നിങ്ങൾ തളരരുത്, മറ്റൊരു മാർഗ്ഗം നിങ്ങൾ കണ്ടെത്തണം. അതൊക്കെ ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ്? വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്രൈവറ്റ് ബസ്സുകാർ മുതലാളിക്ക് ഒരു 2000 രൂപ പൈസയും ഡീസൽ അടിച്ചു കൊടുത്ത് ആ ഡ്രൈവറും ശമ്പളം കൂലിയും കൊടുത്താൽ മതി. നമ്മൾ ഫ്രീ ആയിട്ട് പോടാം, ടിക്കറ്റ് വേണ്ട. അവരെ പോലെ നമ്മൾ ഫ്രീ ആയിട്ട് ഓടി കാണിക്കും, കുഴപ്പമില്ലല്ലോ. നമുക്ക് ശമ്പളം മാത്രം മതി. മുതലാളിക്ക് ഡീസലും വേണം, നമ്മൾ പൈസയും കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ബസ്സും അങ്ങനെ ഫ്രീ ആയിട്ട് ഒരുമിച്ച് ഓടാല്ലേ? ഇങ്ങനെ മത്സരം വെച്ച് ഓടിയിട്ട് കാര്യമില്ലല്ലോ. വരുമാനമൊക്കെ കുറവ് 1000 രൂപ ശമ്പളം കിട്ടുന്നത് ഇപ്പോൾ 600 രൂപ 700 രൂപ. നമ്മൾ ചിലവും പോയിട്ട് എന്തിനു ചെയ്യും? ഒന്നുമില്ല.